ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഫിലോഡൻഡ്രൻ്റെ 2 വെറൈറ്റി അതിനി റീപോർട്ട് ചെയ്യാനാണ്. അത് മേടിച്ചതുപോലെ ആ പോട്ടിൽ തന്നെ ഇരിക്കുക. കുറേ ദിവസമായി അത് മാറ്റി വേറെ വലിയ പോട്ടിൽ വയ്ക്കാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് പുതിയ പോട്ട് മേടിച്ചു. അപ്പോൾ ഇനി ഒന്നൊന്നായിട്ട് റീപോർട്ട് ചെയ്യാൻ കുറേ പോട്ടിലാക്കേണ്ട പ്ലാൻസ് ഉണ്ട്. അതെല്ലാം ചെയ്യാനാണ്. ഇച്ചിരി ഒരുമാതിരി നല്ല വലിയ പോട്ടാണ്. എനിക്ക് 25 രൂപയ്ക്ക് കിട്ടി. നമുക്ക് ഒരു ഹോൾസെയിൽ കടയിലായിരുന്നു. അപ്പം ഞാൻ ഒരു 10-15 പോട്ട് മേടിച്ചു. അപ്പോൾ ഇത് നമുക്ക് റീപോർട്ട് ചെയ്യാനുള്ള സോയിൽ മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഗാർഡൻ സൈലും കമ്പോസ്റ്റും കൊക്കോപീറ്റും പെർലൈറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചാണകം ചേർക്കരുത്. ഈ വേരിഗേറ്റഡ് പ്ലാന്റിൻ്റെ ഒന്നിനും ചാണകം ചേർക്കരുത്. അപ്പം നമുക്ക് ആ കളർ ഡിഫറൻസ് കിട്ടത്തില്ല. ഒരേ കളറായി പോകും, പ്ലെയിൻ ഗ്രീൻ ആയി പോകും. ഈ ലൈറ്റ് പിങ്ക്, വൈറ്റ് അങ്ങനത്തെ കളറൊക്കെ വരുമ്പം ആ കളർ നമുക്ക് ചാണകപ്പൊടി ചേർത്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ മിക്സ് വേണം ഇതിനെടുക്കാൻ. ഓരോരോ പ്ലാന്റിനും ആ ഒരു സാൻഡ് മിക്സ് ചേർത്താലേ നല്ലതായിട്ട് ഗ്രോത്ത് വരത്തുള്ളൂ. ഇത് കുഞ്ഞു പോട്ടിലായിരുന്നു. അതിൻ്റെ അടിയിലൊന്നും വെള്ളം ഇറങ്ങാതെ അങ്ങനെ തിങ്ങിയിരിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇനി ഈ ഇലയൊക്കെ നല്ല വലുതായിട്ടും ആ കളർ വേരിയേഷൻ നല്ലപോലെ കാണുകയും ചെയ്യാം. നമ്മൾ ഓൺലൈനിൽ ചെടി മേടിച്ചാലും അല്ലാതെ ഗാർഡനിൽ പോയി ചെടി മേടിച്ചാലും മേടിച്ച ഉടനെ അത് റീപോർട്ട് ചെയ്യരുത്. നമ്മുടെ ക്ലൈമറ്റുമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ അത് ഓക്കെ ആയി കഴിഞ്ഞിട്ടേ അത് റീപോർട്ട് ചെയ്യാവുള്ളൂ. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതേ സെയിം അടുത്ത പ്ലാന്റും ആദ്യം ഹോളിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ കല്ല് വെച്ച് അടച്ചിട്ടുണ്ട്. പിന്നെ 2-3 കരിയിലയൊക്കെ അടിയിട്ട് കൊടുക്കും. ചില പ്ലാന്റിന് അടി പകുതി കരിയില ഇട്ട് കൊടുക്കും ഞാൻ. പക്ഷേ ഇതിന് ഒത്തിരി കരിയില വേണ്ട. അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അടി വെള്ളം തിങ്ങിക്കിടന്നാൽ ചിലപ്പം ഈ ചെടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ചെടി മാറ്റി വയ്ക്കുമ്പം ഈ കവറും ഈ കുഞ്ഞു പോട്ടൊന്നും ഞാൻ കളയത്തില്ല. പിന്നെയും അത് വേറെ ചെടി വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഫിലോഡൻഡ്രൻ വെറൈറ്റി എല്ലാം നല്ല ഭംഗിയാണ്. ഓരോരോ ഇലയ്ക്കും ഓരോരോ പ്രത്യേകതയാണ്. അപ്പോൾ എൻ്റെ ഈ കുറേ വെറൈറ്റി ഉണ്ട്. ഇത് പുതിയതാണ്. ഇതിൻ്റെ ഈ ഇല വലുതാകുമ്പോഴേ അതിൻ്റെ ഭംഗി നല്ലപോലെ കാണത്തുള്ളൂ. ഇതിൻ്റെ അറ്റം ഇങ്ങനെ നീണ്ടിരിപ്പുണ്ട്. അത് വേണേൽ മുറിച്ച് നമുക്ക് 2ആയിട്ട് വെക്കാം. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുക. അടുത്തതായിട്ട് ഇപ്പോൾ റീപോർട്ട് ചെയ്യാൻ പോകുന്നത് സീഡം വെറൈറ്റിയാണ്. അത് വന്ന് ചട്ടിയുടെ സൈഡിൽ ഒത്തിരി ആയിട്ടുള്ള. അപ്പം ഞാൻ കുറച്ചെടുത്ത് അത് വേറെ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നാലും ഇതുപോലെ ചെടി വെച്ചപ്പോൾ ഞാൻ വെച്ചതാണ്. അത് നല്ലപോലെ ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഈ ഡിസ്പോസബിൾ കപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിനകത്ത് വെക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ട സോയിൽ മിക്സ് എന്ന് പറഞ്ഞാൽ പെർലൈറ്റും റിവർ സാൻഡും കൊക്കോപീറ്റുമാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത്. ഇതിനകത്തല്ലാതെ ഗാർഡൻ സോയിൽ വേണ്ട, നല്ല ലൂസായിട്ടിരിക്കുന്ന സാൻഡായിരിക്കണം. അതുകൊണ്ട് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ സീഡം വെറൈറ്റിയിൽ 2-3 കളറുണ്ടായിരുന്നു. ലൈറ്റ് കളറും ഡാർക്ക് കളറും കുഞ്ഞ് ലീഫും വലിയ ലീഫും ഇടയിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2 നഷ്ടപ്പെട്ടു. ഈ ഒരെണ്ണമേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഇടയ്ക്ക് റീപോർട്ട് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇങ്ങനെ ഒന്ന് ഉണങ്ങി വരുമ്പം അടുത്ത് വേറെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. അപ്പം ഞാൻ നേരത്തെ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിരുന്നു. ഹാങ്ങിങ് പോട്ട് എന്ന് വെച്ചാൽ ഡിസ്പോസബിൾ പാത്രത്തിൽ തന്നെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിരുന്നു. അതെല്ലാം ഏകദേശം പോകാറായി. അപ്പോൾ 2-3 അടുത്ത് നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനേക്കാളും കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചാലും അത് നല്ലപോലെ ഗ്രോത്തായി വരും. ഞാൻ എന്നാലും ഏകദേശം ഇത്രയും തീരെ പൊടിയാക്കാതെ അങ്ങ് വയ്ക്കുന്നുണ്ട്. ഈ പാത്രം കണ്ടപ്പം തൊട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു ഇതിനകത്ത് ഈ സീഡം വെറൈറ്റി വെക്കണമെന്ന്. അപ്പോൾ ഇന്ന് അതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ചെയ്ത് തീർക്കാം. ഓരോരോ ചെടിക്കും ഓരോരോ പ്രത്യേകതയല്ലേ. ഈ ചെടി എത്ര കണ്ടാലും നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൂടത്തേ ഉള്ളൂ. പക്ഷെ അതിനു വേണ്ടി സമയം മെനക്കെടുകയും വേണം. നമ്മൾ കഷ്ടപ്പെട്ടാലേ ചെടി അത്രയും ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. ചുമ്മാ വെച്ചിട്ട് വല്ലപ്പോഴും ഒന്ന് നോക്കിയാലോ, ദിവസം വെള്ളം കൊടുത്താൽ മാത്രം ചെടി ഭംഗിയായിട്ട് വരത്തില്ല. ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കെയർ കൊടുക്കുന്നത് കുറഞ്ഞതിൻ്റെയാണ് ഇത്രയും ക്ഷീണം. നമ്മൾ ദിവസം നമ്മുടെ റൊട്ടീൻ ജോലികൾ ചെയ്യുന്നത് പോലെ ചെടിക്കും ദിവസം അതിൻ്റെ റൊട്ടീൻ കാര്യങ്ങൾ ചെയ്താലേ അത് ഭംഗിയായിട്ട് വരത്തുള്ളൂ. എന്നാലും അങ്ങനെ ഇരിക്കുമ്പം ചിലപ്പം മടി കയറി വരും. അന്നേരം കുറച്ച് ദിവസം നോക്കാതെ ആകും.
അപ്പോൾ ഇന്നത്തെ ഫിലോഡെൻഡ്രോം സീഡം വെറൈറ്റിയും 2 എണ്ണം റീപോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഫിലോഡെൻഡ്രൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഈ പ്ലാന്റിൻ്റെ തന്നെ ലീഫിൻ്റെ ഇച്ചിരി ഷേപ്പ് വ്യത്യാസമുള്ളതുണ്ട്. ഇത് പ്രിൻസസ് ഫിലോഡെൻഡ്രോം എന്നാണ് പറയുന്നത്, പിങ്ക് പ്രിൻസസ്. അതിൻ്റെ വേറെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ ലീഫ് ഇച്ചിരി കൂടെ പരന്നിട്ട് നല്ല ഒരു ഹാർട്ട് ഷേപ്പ് പോലെ, മറ്റത് ഇച്ചിരി നീണ്ടുള്ള ഷേപ്പ് പോലെ. അപ്പോൾ അതും റീപോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്തൊരു ദിവസം അത് റീപോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.